CPIM പോലൊരു പാർട്ടി വർഗീയ പാർട്ടികളുമായിട്ട് കൂട്ടുകെട്ട് പാടില്ല. കമ്മ്യൂണൽ പാർട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു പോകുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു കാലത്തും യോജിച്ചതല്ല. ആ ആശയഗതിയെ തോൽപ്പിക്കാൻ വേണ്ടി നാളെ കൊല്ലുക എന്നുള്ള തരത്തിലുള്ള ആശയഗതി ആശയപരമായും താത്വികമായും തെറ്റാണ്. പിണറായി വിജയനെ താങ്കൾ പാർട്ടി സെക്രട്ടറിയാക്കി, അതിൻ്റെ ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവന്നു, കേന്ദ്ര കമ്മിറ്റിയിലും കൊണ്ടുവന്നു. ഇന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അമൃത ടി വിയിലേക്ക് സ്വാഗതം. ആദ്യമായി ഞാൻ ശ്രീ ചന്ദ്രശേഖർ വധത്തെക്കുറിച്ചിട്ട് തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുകയാണ്. ഇതിൽ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി എന്നും അതേ പ്രകാരം തന്നെ പാർട്ടിയുടെ മുന്നേറ്റത്തെ തന്നെ തടഞ്ഞെന്നും ആണ് ദേശാഭിമാനിയിലൂടെ സെൻട്രൽ കമ്മിറ്റിയുടെ ഒരു പ്രമേയം വിലയിരുത്തിയിരിക്കുന്നത്. അത് UDFും മറ്റ് പത്രങ്ങൾക്കുമൊപ്പം താങ്കൾ ചെയ്ത ചില പ്രസ്താവനകളും അതിന് കാരണമാണെന്ന് പറയുന്നുണ്ട്. അതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടോ? സംഘടനാപരമായ CPIMും അതിൻ്റെ നേതൃത്വവും തമ്മിലുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഒന്നും ഇപ്പോൾ നാം തമ്മിൽ പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ CBI എൻക്വയറിയെ പറ്റിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ ചന്ദ്രശേഖരൻ്റെ ഭാര്യ രമ CBI എൻക്വയറി വേണമെന്ന് പറഞ്ഞിരുന്നു. താങ്കളും അതേ അങ്ങനെ ഒരു CBI എൻക്വയറി ചന്ദ്രശേഖരൻ്റെ പദത്തിലാവാമെന്ന് പറഞ്ഞിരുന്നു. കേന്ദ്ര കമ്മിറ്റിയുടെ പ്രമേയത്തിൽ അത് തെറ്റാണെന്നാണ് ഉള്ളൊരഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ താങ്കൾ മരിച്ചുപോയ ചന്ദ്രശേഖരൻ്റെ വിധവ രമ ഇപ്പോൾ നടന്നുകൊണ്ടിരുന്ന അന്വേഷണങ്ങൾ സാമാന്യം തൃപ്തികരമായിട്ടുള്ള നിലയിലാണ് നടന്നത്. എന്നാൽ ഫർദറായിട്ടുള്ള അന്വേഷണം എന്തെന്നുള്ള നിലയിൽ കാണുന്നില്ല. ഫർദറായിട്ടുള്ള നിലയിലുള്ള അന്വേഷണം ഇവിടുത്തെ പോലീസ് നടത്തുന്നത് തുടരാൻ കഴിയാത്ത വിധത്തിലുള്ള സ്ഥിതി വന്നിരിക്കുന്നത് കൊണ്ട് എൻ്റെ അഭിപ്രായത്തിൽ അത് CBI അന്വേഷണം നടത്തണമെന്നാണ് എന്ന് രമ മുഖ്യമന്ത്രിക്കും ആഭ്യന്തരമന്ത്രിക്കും അയച്ച കത്തുകളെ വെളിപ്പെടുത്തിക്കൊണ്ട് പത്രങ്ങളോട് സംസാരിച്ചു. ആ പത്രവാർത്ത വന്നപ്പോൾ പത്രക്കാരെന്നോട് ചോദിച്ചു, ഇതേ സംബന്ധിച്ച് VSന് എന്താണ് പറയാനുള്ളത്? അതേ സംബന്ധിച്ച് മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയുമാണ് പ്രതികരണം പറയേണ്ടത്. അവരവരുടെ ന്യായമായിട്ടൊരു ആവശ്യം അവരുടെ രണ്ടുപേരുടെയും മുമ്പിൽ ഉന്നയിച്ചിരിക്കുകയാണ്. അതിനുള്ള നിലപാട് എന്തെന്ന് അവരാണ് വ്യക്തമാക്കേണ്ടത്. CPIMനെ സംബന്ധിച്ചിടത്തോളം CPIM ഈ കൊലപാതകത്തിൽ ഒരു തരത്തിലുള്ള പങ്കാളിത്തവും ഉണ്ടായിട്ടില്ല എന്നും അഥവാ ആരെങ്കിലും പങ്കെടുത്തതായിട്ട് വന്ന വിവരം കിട്ടിക്കഴിഞ്ഞാൽ അത് സംബന്ധിച്ചുള്ള ആ കുറ്റവാളികൾക്കെതിരായി നടപടിയെടുക്കാൻ പാർട്ടി നടപടി സ്വീകരിക്കുന്നതാണ് എന്ന് പാർട്ടി ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും പ്രഖ്യാപിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആരാണ് ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയതെന്ന് അറിയേണ്ടത് പാർട്ടിയുടെ ആവശ്യമാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്. PB ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തെടുത്തിട്ടുള്ള തീരുമാനം അങ്ങനെ നിൽക്കുന്നു. ഞാൻ മുമ്പ് പറഞ്ഞത് അങ്ങനെ നിൽക്കുന്നു. അല്ല, ഇപ്പം CBI എൻക്വയറി ചെയ്താലും ഒരു സത്യാവസ്ഥയല്ലേ വരുള്ളൂ. അതിലിപ്പോൾ പാർട്ടി ഇങ്ങനെ ഒരു അതിൻ്റെ ഏതെങ്കിലും കൂടുതൽ കമൻറ്റ് ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ അഭിപ്രായം രമ
നടത്തിയ റിക്വസ്റ്റിനെ സംബന്ധിച്ച് പത്രങ്ങളിൽ വാർത്ത വന്നപ്പോൾ പത്രക്കാരനോട് ചോദിച്ചതിന് അപ്പോൾ പറഞ്ഞ എൻ്റെ അഭിപ്രായമാണ് ഇപ്പോഴും എനിക്കുള്ളത്. അതേപ്പറ്റി കൂടുതലൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. സെൻട്രൽ കമ്മിറ്റിയുടെ അതിന് നിർദ്ദേശത്തിനെ പറ്റി ഒന്നും പറയാനില്ല. ഇപ്പോൾ സെൻട്രൽ കമ്മിറ്റിയുടെ നിർദ്ദേശമല്ല, പോളിറ്റ് ബ്യൂറോയുടെ നിർദ്ദേശമാണ്. ഇപ്പോൾ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല. ഈ പ്രത്യയശാസ്ത്രപരമായ അച്ചടക്കമാണ് പാർട്ടിക്ക് വേണ്ടത് എന്നുള്ളതാണ് താങ്കളുടെ പല എഴുത്തുകളിൽ നിന്നും പ്രസ്താവനകളിൽ നിന്നും പ്രസംഗത്തിൽ നിന്നും മനസ്സിലാക്കാൻ സാധിച്ചത്. അതെ. പക്ഷേ പാർട്ടിയിൽ കേന്ദ്ര നേതൃത്വമായാലും സ്റ്റേറ്റ് നേതൃത്വമായാലും സംഘടനാപരമായ അച്ചടക്കമാണ് ഇതിനാണ് ഊന്നൽ നൽകുന്നത്. അതിനുശേഷവും പാർട്ടിയിൽ ഇതുവരെ വന്നിരിക്കുന്ന ഓരോന്നായി നോക്കുകയാണെന്നുണ്ടെങ്കിലും പല സമയത്തും സംഘടനാപരമായ അച്ചടക്കത്തിലാണ് ഊന്നൽ നോക്കുന്നത്. ഒന്നോ രണ്ടോ കാര്യങ്ങൾ താങ്കൾ തന്നെ പറയേണ്ടതായിട്ടുണ്ട്. ഇവിടുത്തെ ഭൂമാഫിയ അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളിലുമുള്ള വലതുപക്ഷ വ്യതിയാനങ്ങൾ. അപ്പോൾ ഇതിനെ കറക്റ്റ് ചെയ്യാൻ താങ്കൾ എന്തെങ്കിലും ഇനി പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ടോ എന്താണ് ചെയ്യാൻ? അത് പാർട്ടിയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് ഞാൻ പ്രകടിപ്പിച്ച ആശയഗതിയുടെ ശരിയായ വസ്തുതകൾ പാർട്ടിയെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നതാണ്. ആശയപരമായും പ്രത്യയശാസ്ത്രപരമായും സംഘടനാപരമായും മൂന്നും പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്നതിന് അത്യന്താപേക്ഷിതമായി മുൻ നേതാക്കന്മാരെല്ലാ പേരും സാർവദേശീയ നേതാക്കന്മാരും തുടർന്നു പോന്നിട്ടുള്ള നയസമീപനങ്ങളാണ്. അതിൽ രണ്ടെണ്ണം ഉപേക്ഷിച്ചിട്ട് സംഘടനാപരമായ മാത്രം കാര്യങ്ങളിലേക്ക് പോകുക എന്നുള്ള തരത്തിലുള്ള ഏതെങ്കിലും കമ്മിറ്റികളുടെ സമീപനം വന്നാൽ അതിൽ ഞാൻ സ്വീകരിച്ചു പോന്നിട്ടുള്ള നയം പാർട്ടിയെ ബോധ്യപ്പെടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം തുടർന്ന് നടത്തിക്കൊണ്ടിരിക്കും. പക്ഷേ ഈ പാർട്ടി വീണ്ടും പഴയ മാതിരി തന്നെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും താങ്കൾ ഇതിൽ അല്ല അതെ അപ്പോൾ ആ ശ്രമം ഞാൻ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ എന്തെങ്കിലും പ്രത്യേകത വന്നു കഴിഞ്ഞാൽ അപ്പോൾ എന്ത് വേണമെന്ന് അപ്പോഴാലോചിക്കും. 14 വർഷം മുമ്പ് ചില പ്രോബ്ലംസ് വന്നിട്ട് പിണറായി വിജയനെ താങ്കൾ പാർട്ടി സെക്രട്ടറിയാക്കി, അതിൻ്റെ ഒപ്പം തന്നെ പോളിറ്റ് ബ്യൂറോയിലേക്ക് കൊണ്ടുവന്നു, കേന്ദ്ര കമ്മിറ്റിയിലും കൊണ്ടുവന്നു. ഇന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ അന്ന് കൂടെ നിന്നവർ ഇന്ന് എടുക്കുന്ന കാര്യങ്ങൾ അന്ന് താങ്കൾ റേസ് ചെയ്ത പ്രത്യയശാസ്ത്രത്തിന് വേണ്ടിയാണ് എന്നുള്ളത്? അത് ഇപ്പോൾ അവരുമായിട്ട് ഇതുവരെ ആ നിലയിൽ പങ്കുവച്ചിട്ടില്ല. അവരുടെ ചോദ്യം അത് സംബന്ധിച്ചുള്ള അഭിപ്രായങ്ങളും വരുമ്പോൾ അത് സംബന്ധിച്ച് എന്താണെന്നുള്ളത് നിശ്ചയിച്ചിട്ട് പ്രതികരിക്കുന്നതാണ്. സംഘടന രംഗത്ത് എന്തെങ്കിലും താങ്കൾക്ക് തെറ്റുപറ്റിയെന്ന് തോന്നുന്നുണ്ടോ? സംഘടനാപരമായിട്ടുള്ള നിലയിൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരുന്ന അവസരത്തിൽ ഒരു ദിവസം ഞാൻ രമയുടെ വീട്ടിൽ പോയി. ചന്ദ്രശേഖരൻ്റെ മരണത്തിന് ശേഷം ചന്ദ്രശേഖരൻ്റെ വിധവയായ സഹധർമ്മിണി രമയും ചന്ദ്രശേഖരൻ്റെ പ്രിയപ്പെട്ട അമ്മയായ ടീച്ചറും എല്ലാം ഇങ്ങനെ മരണത്തിന് ശേഷമുള്ള സ്ഥിതി മനസ്സിലാക്കിയിട്ട് അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ വേണ്ടിയിട്ട് ഞാനൊരു ദിവസം പോയി. ആ ദിവസം നെയ്യാറ്റിൻകര തിരഞ്ഞെടുപ്പായിരുന്നു, ഉപതെരഞ്ഞെടുപ്പ്. അപ്പോൾ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ അവസരത്തിൽ പിന്നെ ഇങ്ങനെ പോയി എന്ന് പറഞ്ഞുകൊണ്ട് അതൊരു പ്രചരണമായിട്ട് കോൺഗ്രസ്സുകാരും UDFകാരും അത് ഉപയോഗിച്ചു. ആ ദിവസം അല്ലാത്തൊരു ദിവസം പോകേണ്ടതായിരുന്നു. അങ്ങനെ അത് ചിന്തിക്കാതെ പോയത് ശരിയായില്ല എന്ന് ഞാൻ പാർട്ടി പറഞ്ഞു. കൊലപാതകങ്ങളെപ്പറ്റി താങ്കൾ വളരെ എതിർത്ത് സംസാരിച്ചു, പ്രത്യേകിച്ചും ഈ പൊളിറ്റിക്കൽ വയലൻസിനെ പറ്റിയിട്ട്. പക്ഷേ താങ്കളുടെ ഇടുക്കി സെക്രട്ടറി NM മണി പറയുന്നത് ഇത് 24 വർഷം മുമ്പ് താങ്കൾ സെക്രട്ടറി ആയിരിക്കുമ്പോൾ കുറേ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ടെന്നാണ്. പിന്നെ വേറെ ചിലർ പറയുന്നത് അതല്ല, EMSൻ്റെ കാലത്തും സ്റ്റാലിനും ഡെല്ലിനെ ഉള്ള കാലത്ത് പോലും ഇത് നടന്നിട്ടുണ്ടെന്ന് മറ്റു ചിലരും പറയുന്നുണ്ട്. താങ്കൾക്ക് എന്താ അതിനെപ്പറ്റി പറയാനുള്ളത്? പ്രത്യേകിച്ചും താങ്കൾ ജനറൽ സെക്രട്ടറി ആയിരിക്കുമ്പോൾ. ഞാൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന അവസരത്തിൽ അവിടുത്തെ ജില്ലാ കമ്മിറ്റിയുടെ സെക്രട്ടറിയോ ജില്ലാ കമ്മിറ്റിയോ ആധികാരികമായി എന്തെങ്കിലും ആളെ കൊല്ലുന്ന തരത്തിലുള്ള സമീപനം
സ്വീകരിച്ചതായിട്ട് എനിക്ക് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഞാൻ സംസ്ഥാന സെക്രട്ടറി എന്നുള്ള അടിസ്ഥാനത്തിൽ ഇടുക്കി ജില്ലാ കമ്മിറ്റി അങ്ങനെ റിപ്പോർട്ട് ചെയ്തിട്ടേ ഇല്ല. അങ്ങനെ ഏതെങ്കിലും കീഴിലുണ്ടായിട്ടുണ്ടെങ്കിൽ അത് ജില്ലാ കമ്മിറ്റികളാണ് റിപ്പോർട്ട് ചെയ്തിരിക്കേണ്ടത്. ഇപ്പോൾ ഈ പ്രസ്താവന ചെയ്തിട്ടുള്ള മണിയല്ല, ജിനദേവൻ എന്ന് പറഞ്ഞ പിന്നെ MLA ഒക്കെ ആയി വന്ന ആളാണ് ഇടുക്കി ജില്ലാ സെക്രട്ടറി ആയിരുന്നത് എൻ്റെ കീഴിൽ. അങ്ങനെയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇടുക്കിയിലെ സെക്രട്ടറി ആയിട്ടാണ് മണിയുള്ളത്. മണി സെക്രട്ടേറിയറ്റ് മെമ്പറായിരുന്ന അവസരത്തിൽ ഇതിങ്ങനെ നടന്നെന്ന് അയാൾ പറയുന്നുണ്ട്. പക്ഷേ സെക്രട്ടറിയിൽ നിന്നോ സെക്രട്ടേറിയറ്റ് മെമ്പറിൽ നിന്നോ അങ്ങനെ ഒരു സംഭവം അവിടെ നടന്നിരിക്കുന്നുവെന്ന് എൻ്റെ ശ്രദ്ധയ്ക്ക് വിധേയമാകത്തക്ക തരത്തിൽ റിപ്പോർട്ടും ചെയ്തിട്ടില്ല. അതുകൊണ്ടത് വസ്തുതാവിരുദ്ധമാണ്. തന്നെയല്ല, പിന്നെ ചന്ദ്രശേഖരൻ വധത്തെ സംബന്ധിച്ച് ചന്ദ്രശേഖരനോ മറ്റേതെങ്കിലും പാർട്ടി പ്രവർത്തകരോ ആയിട്ടുള്ള ആളുകൾ പാർട്ടിയായിട്ട് ആശയപരമായ ഭിന്നാഭിപ്രായം വന്നാൽ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആയിരുന്നപ്പോഴും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് ആയതിനു ശേഷവും ആശയപരമായ കാര്യത്തിൽ പിന്നെ സോഷ്യലിസത്തിന് വേണ്ടി നിലകൊള്ളുന്ന പാർട്ടി തൊഴിലാളികളും കൃഷിക്കാരും പാവപ്പെട്ടവരുമായ ജനവിഭാഗത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തൊഴിലാളി വർഗ ഐക്യം, തൊഴിലാളി കർഷക വർഗ ഐക്യം, പാവപ്പെട്ടവരും മറ്റുമൊക്കെ ആയിട്ടുള്ള ആളുകളുടെ ഐക്യം കൂട്ടി ഉറപ്പിച്ചുകൊണ്ട് ചൂഷകന്മാർക്കെതിരായി മുതലാളിത്തത്തിനും സാമ്രാജ്യത്വത്തിനും എതിരായിട്ടുള്ള പോരാട്ടത്തിൽ കൂടി അവരെ തോൽപ്പിക്കുക എന്നുള്ള നിലയിലല്ലാതെ ഏതെങ്കിലും പാർട്ടി പ്രവർത്തകരായിട്ടുള്ള ആളുകൾ അവർ തോക്കുന്ന സ്ഥലത്ത് ആളെ കൊല്ലുക എന്നുള്ള നിലയിൽ ആ ആശയഗതിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ആളെ കൊല്ലുക എന്നുള്ള തരത്തിലുള്ള ആശയഗതി ആശയപരമായും താത്വികമായും തെറ്റാണ്. അതൊരു കാലത്തും സ്വീകരിച്ചിട്ടില്ല. അങ്ങനെ സ്വീകരിക്കുന്നത് തെറ്റ് തന്നെയാണ് എന്നാണ് എൻ്റെ ഖണ്ഡിതമായ അഭിപ്രായം. ഇപ്പോൾ ഈയിടെയായി ചില വരുന്ന പത്രവാർത്തകൾ, ഇൻക്ലൂഡിങ് പാർട്ടി പത്രത്തിൽ കൂടി വന്നതിൽ ചിലതിൽ ഈ ഗൗരിയമ്മയെയും VB ചെറിയാനെയും തിരിച്ചു കൊണ്ടുപോകാനൊരു മൂവുണ്ട് പാർട്ടിയിലേക്ക് എന്നുണ്ട്. ഇതിൽ താങ്കളുടെ അഭിപ്രായം എന്താണ്? അതിനെപ്പറ്റി എനിക്ക് അറിഞ്ഞുകൂടാ. അത് വെൽക്കം ചെയ്യോ? ആര് പാർട്ടിയിലേക്ക് വരുന്നതും അവരെല്ലാം സെൽഫ് ക്രിട്ടിക്കലായിട്ട് പരിശോധിച്ച് തങ്ങൾ പാർട്ടിയിൽ നിന്ന് വിട്ടുനിന്ന കാലം നന്നായില്ല എന്നവർക്കും പാർട്ടിക്കും തോന്നുകയാണെങ്കിൽ പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നതിന് ഞാൻ അനുകൂലം തന്നെയാണ്. താങ്കൾ പറയുണ്ടായി അന്ന് ചന്ദ്രശേഖരൻ്റെ ഭാര്യയെ പോയി കണ്ടതുകൊണ്ട് ഇവിടുത്തെ ഇലക്ഷനിൽ കുറച്ച് എഫക്റ്റ് ചെയ്യാൻ സാധ്യതയുണ്ട്. കോൺഗ്രസ്സുകാർ അതിനു വേണ്ടിയിട്ട് പ്രചരണം നടത്തി. ഞാൻ RMP ചേരാൻ പോകുന്നു എന്നുള്ള തരത്തിൽ വരെ ആ പ്രചരണം നടത്തി. അത് തെരഞ്ഞെടുപ്പിനെ ബാധിച്ചിട്ടുണ്ടെന്ന് കുറേ ആളുകൾ. പക്ഷേ അതിന് മുമ്പ് തന്നെ CPIയിൽ നിന്ന് കൊഴിച്ചിൽ നടക്കുന്നതായിട്ട് 20ാം പാർട്ടി കോൺഗ്രസിൻ്റെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതിൽ പറയുന്നത് 2007 മുതൽ 2011 വരെ 1,40,000 പേര് പോയി. കഴിഞ്ഞ കൊല്ലം മാത്രം കേരളത്തിൽ നിന്ന് 25,000 പേര് അംഗത്വം ഉപേക്ഷിച്ചു എന്ന്. ഇത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? അതൊക്കെ പരിശോധിക്കേണ്ടത് തന്നെയാണ്. ഞാനിപ്പോൾ എന്നോട് ചോദിച്ച ചോദ്യം, ഈ നെയ്യാറ്റിൻകര ഉപതെരഞ്ഞെടുപ്പിൻ്റെ സന്ദർഭത്തിൽ ആ തീയതി തിരഞ്ഞെടുപ്പ് നടക്കുന്ന തീയതി തന്നെ പോയിക്കൂടോ എന്ന ചോദ്യത്തിന് ആ തീയതി പോകണമെന്നില്ല. മകൻ നഷ്ടപ്പെട്ട തള്ളയോടും ഭർത്താവ് നഷ്ടപ്പെട്ട വിധവയായ ഭാര്യയോടും അവരുടെ ദുഃഖത്തിൽ പങ്കുചേരാൻ പോകേണ്ടത് സൗകര്യപ്രദമായൊരു ദിവസം തിരഞ്ഞെടുക്കാവുന്നതായിരുന്നു. ഈ തീയതി തന്നെ വേണമെന്നില്ല. അത് ഒരു പെശക് തന്നെയാണ് എന്ന് അവർ സഹപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ ആ തീയതി തന്നെ വേണമെന്നുണ്ടോ എന്നുള്ളത് ഇല്ല എന്ന് ഞാൻ പറഞ്ഞതാണ്. പാർട്ടിയിൽ അഡ്മിറ്റ് ചെയ്തതാണത്. നയവ്യതിയാനങ്ങളെ സംബന്ധിച്ച് അത് ചർച്ച ചെയ്യേണ്ട ഘട്ടങ്ങളിലെല്ലാം തന്നെ നയവ്യതിയാനങ്ങളെ സംബന്ധിച്ച് ചൂണ്ടിക്കാണിക്കുകയും ചെയ്യും. നയവ്യതിയാനങ്ങളെ സംബന്ധിച്ചുള്ള എൻ്റെ കൺസിസ്റ്റൻ്റായിട്ടുള്ള അഭിപ്രായം എവിടെയൊക്കെ വെച്ച് പാർട്ടി നേതൃത്വത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമോ അവിടെയൊക്കെ വെച്ച് അവരെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമം ഞാൻ പിന്നെയും തുടരും. പല നാഷണൽ ഇഷ്യൂസിനും അല്ലാന്നുണ്ടെങ്കിൽ എക്കണോമിക് ഇഷ്യൂസിനും താങ്കളും പാർട്ടി ലീഡർഷിപ്പും കോൺഗ്രസ്സായിട്ട് സ്വാഭാവികമായിട്ടും താങ്കൾക്ക് പലതിലും വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്.
അപ്പോൾ കൂടംകുളത്ത് താങ്കൾ പറഞ്ഞിരിക്കുന്ന ഒരു അഭിപ്രായം മാതൃഭൂമി പത്രത്തിൽ വന്നിട്ടുണ്ട്. അതിൽ പാർട്ടിയുടെ സെൻട്രൽ ലീഡർഷിപ്പിൻ്റേത് തന്നെയാണോ അതോ ഇത് താങ്കളുടെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണോ? അതെൻ്റെ സ്വന്തമായിട്ടുള്ള അഭിപ്രായമാണ്. പാർട്ടിയായിട്ടുള്ള അഭിപ്രായങ്ങൾ പാർട്ടി ഇതേ സംബന്ധിച്ച് ഇവിടെ ഏതോ ഒരു സംസ്ഥാനത്ത് ഇങ്ങനെ ഈ ആണവ ഉപയോഗം നടത്തുന്നതിനെ ശക്തിയായിട്ട് പ്രകാശിക്കാനായിട്ട് എതിർത്തിട്ടുണ്ട്. ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളെ കേരളവും തമിഴ്നാടിൻ്റെ ഒരു പ്രധാന മേജറായിട്ടുള്ള ഭാഗവും ശ്രീലങ്കയ്ക്കും അടക്കം ഈ കൂടംകുളം പദ്ധതി നടപ്പിലാക്കുന്നതിനിടയിൽ ആപത്തുണ്ടാകാൻ ഇടയുണ്ട്. ആ ആപത്തുണ്ടായാൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങളും വാഷ് ഔട്ട് ചെയ്തു പോകും. അതുപോലെ തന്നെ സിലോണിലെയും അതുപോലെ തന്നെ തമിഴ്നാട്ടിൻ്റെ ഒരു വലിയ ഭാഗവും. നഷ്ടപരിഹാരം കൊടുക്കുന്ന നഷ്ടപരിഹാരം മേടിക്കാൻ ഇവിടെ ആളുണ്ടാവുക? കേരളത്തിനുണ്ട് ആളുണ്ടായിട്ട് വേണ്ടേ നഷ്ടപരിഹാരം സ്വീകരിക്കാൻ? അപ്പോൾ നഷ്ടപരിഹാരത്തിൻ്റെ പ്രശ്നമേ ഇല്ല. അത്ര അത്യന്തമാവൽക്കരമായ ഒരു ഒന്നിലേക്കാണല്ലോ. അതിന് അറിയാവുന്ന ശാസ്ത്രജ്ഞന്മാരായിട്ടുള്ള ആളുകൾ പറയുന്നത് വിശ്വസിക്കാവുന്ന സ്വന്തം ജീവിതത്തെ സംബന്ധിച്ചുള്ള അതിൽ ഉത്കണ്ഠയുള്ള ആളുകളാണ് ഇപ്പോൾ സമരത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. അവരെ പോലീസിനെയും പട്ടാളത്തെയും ഉപയോഗിച്ചിട്ട് കീഴ്പ്പെടുത്തിയിട്ട് അത് നടപ്പിലാക്കാൻ നോക്കുകയാണ്. താങ്കൾ കൂടംകുളത്ത് പോകാൻ ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതെ, എപ്പോൾ പോകാൻ? കഴിയുന്നത്ര നീണ്ടുപോകാതെ ഇപ്പോൾ ഇതുപോലുള്ള സമരമൊക്കെ നടക്കുന്നതിൻ്റെ സ്ഥിതി അത് നോക്കിയിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. എമർജിങ് കേരളയിൽ താങ്കൾ ഒരു എഴുത്തെഴുതിയിരുന്നു മുഖ്യമന്ത്രിക്ക് ഒരു 3 പ്രോജക്റ്റിനെ പറ്റിയിട്ട്. അതെ. മുഖ്യമന്ത്രി അത് കഴിഞ്ഞൊരു പ്രസ് കോൺഫറൻസ് നടത്തിയിട്ട് പറഞ്ഞു ആ 3 പ്രോജക്റ്റും VS ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ അദ്ദേഹം തന്നെ ക്ലിയർ ചെയ്തതാണ് എന്ന് പറഞ്ഞു. ഇതിനെപ്പറ്റി എന്താ പറയാനുള്ളത്? അത് ശുദ്ധ സംബന്ധമാണ്. ഞാൻ ക്ലിയർ ചെയ്തിട്ടുള്ളത് ഒരു ചെറിയ പദ്ധതി താൽക്കാലികമായിട്ടുള്ള നിലയിലാണ്. അത് പൂർത്തീകരിച്ച് എൻ്റെ ഗവൺമെൻറ് ഉണ്ടായിരുന്ന അവസരത്തിൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. ഇവരതിൻ്റെ 4 ഇരട്ടിയോളം സ്ഥലം ഭൂമി കൂട്ടിച്ചേർത്തുകൊണ്ട് പദ്ധതിയുള്ള മറ്റു കാര്യങ്ങൾ കൂട്ടിച്ചേർത്തുകൊണ്ടുള്ള പദ്ധതിയായിട്ടത് വികസിപ്പിക്കുകയാണ് ചെയ്തത്. എൻ്റെ ശക്തമായിട്ടുള്ള എതിർപ്പ് ഞാൻ ഇന്നതാണ് പറഞ്ഞത്. അതിൻ്റെ കോപ്പി നിങ്ങൾ ഇന്നത്തെ നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ കോപ്പിയുടെ റിയലായിട്ടൊരു കോപ്പി എനിക്ക് തരണം എന്നാവശ്യപ്പെട്ടതിന് ശേഷമാണ് കുറച്ച് അന്നിപ്പോൾ ഞാൻ പറഞ്ഞ അതേ തരത്തിലുള്ളതേ ഉദ്ദേശിച്ചിട്ടുള്ളൂ എന്നുള്ള നിലയിൽ ഇപ്പോൾ ഉമ്മൻചാണ്ടി പറയുന്നത്. വാസ്തവത്തിൽ അതിൻ്റെ 5 or 6 മടങ്ങ് വലിപ്പത്തിൽ ഭൂമി ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒന്നായിരുന്നു ഇവരുടേത്. ഗവൺമെൻറ്റിൻ്റെ എമർജിങ് കേരള എന്ന് പറഞ്ഞിട്ട് പ്രസിദ്ധീകരിച്ചതിൽ ഇതിൻ്റെ 4 മടങ്ങുണ്ട്. എന്നിട്ട് VS അച്യുതാനന്ദൻ വെബ്സൈറ്റ് VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായിരുന്ന അവസരത്തിൽ ആരംഭിച്ചത് തന്നെയാണ് ഞങ്ങൾ ആരംഭിക്കുന്നതെന്ന് പറഞ്ഞാൽ ശുദ്ധാസംബന്ധമാണ്. ഞങ്ങളതിൻ്റെ സ്കെലട്ടൻ മാത്രം അത് തന്നെ നടപ്പിലാക്കിയില്ല, പ്രൊപ്പോസ് ചെയ്തതേ ഉള്ളൂ. ഇവരത് നടപ്പിലാക്കുക എന്നുള്ളതിൻ്റെ വന്നിട്ട് 4 മടങ്ങ് വലിപ്പത്തിലുള്ളതാണ് നടപ്പിലാക്കാനാണ് പ്രസിദ്ധീകരിച്ചത്, വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചത്. അത് കഴിഞ്ഞ് വിമർശനങ്ങളൊക്കെ വന്ന് എൻ്റെ എതിർപ്പൊക്കെ കൂടെ വന്നു കഴിഞ്ഞപ്പോൾ കുറഞ്ഞ് ഇപ്പോൾ ഈ പരിസ്ഥിതിയുടെ കാര്യത്തിൽ എല്ലാ പാർട്ടികളിലും ചിലർ വികസനത്തിൻ്റെ പേരിൽ ഇതിനെ തീരെ ഇഗ്നോർ ചെയ്യുന്നുണ്ട്. ഈ ഭരണത്തിൽ വന്നാൽ ഇതിനെതിരായിട്ട് ഒരു ആൾ പാർട്ടി എന്തെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ? എന്താ വെച്ചാൽ പരിസ്ഥിതി പോയി കഴിഞ്ഞാൽ പിന്നെ എല്ലാം പോയി എന്നുള്ളതാണ് എല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമായിട്ട് കൂടി. അതെ, പരിസ്ഥിതിയെ സംബന്ധിച്ച് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഭൂമിയുടെ പ്രശ്നത്തിൽ ഒരു 15-20 കൊല്ലത്തിന് മുമ്പ് കേരളത്തിൽ ഭക്ഷ്യകാര്യത്തിൽ നമുക്കാവശ്യമായ അരിയുടെ നേർപകുതി ഇവിടെ ഉണ്ടാകുമായിരുന്നു. പാലക്കാട്, കുട്ടനാട്, അപ്പർ കുട്ടനാട്, തൃശ്ശൂർ കോൾനിലങ്ങൾ, പിന്നെ സ്റ്റേറ്റിലാകെ തന്നെയുള്ള കൃഷി നിലങ്ങൾ, ഇതെല്ലാം കൂടി ഏകദേശം പകുതിയോളം ജനവിഭാഗങ്ങളുടെ ഭക്ഷണത്തിനാവശ്യമായ അരി നമ്മളിവിടെ തന്നെ
പകുതിയുടെ പകുതി മാത്രമേ ഇപ്പോൾ ഉൽപ്പാദിപ്പിക്കുന്നുള്ളൂ. ഭൂമി ചുരണ്ടി കുറയ്ക്കുകയാണ്. ഉൽപ്പാദനം കഴിഞ്ഞ LDF ഗവൺമെൻറ്റിൻ്റെ കാലത്ത് നടത്തിയൊരു അഭ്യർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ഭക്ഷ്യസുരക്ഷയുടെ ആവശ്യം മുന്നിട്ട് ഉയർത്തിക്കൊണ്ട് നടത്തിയ ക്യാമ്പയിൻ്റെ അടിസ്ഥാനത്തിൽ 60,000 പരം ഏക്കർ പുതുതായി കൃഷി ചെയ്യാൻ കൃഷിക്കാർ മുന്നോട്ട് വന്നു. അതുപോലെ തന്നെ 1.5 ലക്ഷത്തോളം ടൺ നെല്ല് പുതുതായി ഉൽപ്പാദിപ്പിച്ച് ഗവൺമെൻറ്റിന് അവർ കൃഷിക്കാർ സംഭാവന ചെയ്തു. അതുപോലെ തന്നെ അവരുടെ കാർഷിക നെല്ലിന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്ത് 50 പൈസ കൂടെ കൂടുതൽ വില കൂട്ടി തരണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കൃഷിക്കാർ സംഘടിതമായി സമരം ചെയ്തപ്പോൾ ഒരു പൈസ പോലും കൂട്ടി കൊടുക്കാൻ കഴിഞ്ഞില്ല. കിലോയ്ക്ക് 7 രൂപയ്ക്കാണെന്ന് ഉമ്മൻചാണ്ടി നെല്ലെടുത്തിരുന്നത്. കൃഷിക്കാരൻ്റെ നെല്ലിന് 7 രൂപ, കിലോയ്ക്ക് 7 രൂപയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വന്നപ്പോൾ അവർ ചോദിക്കാതെ തന്നെ 7 8ആക്കി, 8 9ആക്കി, ഓരോ വിളവെടുപ്പിനും ഓരോ രൂപ വീതം വർദ്ധിപ്പിച്ച് 5 കൊല്ലം കൊണ്ട് ഏതാണ്ട് 14 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു കൊടുത്തു. ഈ കൃഷിക്കാരോടുള്ള ആഭിമുഖ്യം നിറഞ്ഞ അനുഭാവപൂർവമായ സമീപനങ്ങളുടെയൊക്കെ ഫലമായിട്ടാണ് കൃഷിക്കാരിൽ വന്ന ഈ ഭാവവ്യത്യാസം. 1.5 ലക്ഷത്തോളം ടൺ കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിച്ചു. 60,000-ഓളം ഏക്കർ സ്ഥലത്ത് പുതുതായി കൃഷി വികസിപ്പിക്കുകയും മറ്റുമൊക്കെ ചെയ്തു. അങ്ങനെയുള്ള കോപ്പറേഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ കാലത്ത് കൃഷിക്കാരിൽ നിന്നുണ്ടായി. ഈ ഗവൺമെൻറ് വീണ്ടും ഉമ്മൻചാണ്ടിയുടെ ഗവൺമെൻറ് വന്നു കഴിഞ്ഞപ്പോൾ വിളവുകൾക്കാകെ വളത്തിനാകെ ഭയങ്കരമായിട്ട് വില കൂട്ടി. ഒരു തരത്തിലും കൃഷിക്കാരന് കൃഷി ചെയ്ത് ഉപജീവനം നടത്താൻ കഴിയാത്ത ഒട്ടേറെ സ്ഥിതിഗതികളിലേക്കാണ് ഗവൺമെൻറ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. 2005 നികത്താൻ അനുവദിച്ചിരുന്ന അത് അന്ന് അതിനുശേഷം വന്ന ഗവൺമെൻറ് അതൊന്നും പാടില്ല എന്ന് പറഞ്ഞെങ്കിലും ഈ ഗവൺമെൻറ് അതെല്ലാം കരഭൂമിയായിട്ട് അംഗീകരിച്ചിരിക്കുന്നു. നികത്തിയത് തന്നെ എന്നുള്ള അടിസ്ഥാനത്തിൽ ഈ ഗവൺമെൻറ് ഇപ്പോൾ നയം അംഗീകരിച്ചു. അതിനെ ഞങ്ങൾ എതിർത്തു. കാരണം 1 സെൻറ്റ് സ്ഥലം പോലും നികത്തുന്നതോ കരയാക്കി മാറ്റുന്നതോ ആയിട്ടുള്ള നിലപാട് പാടില്ല. നിലങ്ങളായിട്ടുള്ളത് മുമ്പ് നിലങ്ങളായിരുന്നത് നിലങ്ങൾ തന്നെയായിരിക്കണം. അങ്ങനെ ഉൽപ്പാദനം കൂടുതൽ വർദ്ധിപ്പിക്കാൻ കൃഷിനിലങ്ങൾ കൂടുതലുണ്ടാവുക, തണ്ണീർത്തടങ്ങൾ കൂടുതലുണ്ടാവുക, ഇത് ആ ഒരു നിലപാട് മാറ്റുന്നത് ശരിയല്ല. അങ്ങനെ വന്നു കഴിഞ്ഞാൽ അവസാനം ഇങ്ങനെ നികത്തി കേരളം ഒരു കാലത്ത് ഈ പഴയ തുടർച്ചയുടെ അടിസ്ഥാനത്തിൽ നേർപകുതി ഉണ്ടായിരുന്നത് 4-1, 4-1, 8-1 ഇങ്ങനെ കുറഞ്ഞ് അന്യ സംസ്ഥാനങ്ങളെ മാത്രം ആശ്രയിച്ച് അരി ആഹരിക്കാൻ ഇടയാകുന്നൊരു സ്ഥിതിയിലേക്ക് കേരളം എത്തും. അത് പാടില്ല, അത് ആത്മഹത്യാപരമാണ് എന്നാണ്. വികസനത്തിൻ്റെ കാര്യത്തിൽ ഇത് LDFും UDFും തമ്മിലിരുന്ന് ഒരു രൂപരേഖ തയ്യാറാക്കുകയല്ലേ നല്ലത്? ഇത് ഓരോ പ്രാവശ്യം ഓരോ ഗവൺമെൻറ് വരുമ്പോഴും അതെ, ഇത് ഈ രണ്ട് ആശയഗതികൾ തമ്മിൽ ഇക്കാര്യത്തിൽ പൊരുത്തപ്പെടണം. അതെ, പൊരുത്തപ്പെടണമല്ലോ. വികസനം ഇല്ലാതിരിക്കാൻ പറ്റില്ല. അതെ, വികസനം എന്ന് പറയുന്നത് റിയലായിട്ട് വികസനത്തിൻ്റെ നിലയിലാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ശരിക്കും ഈ കാര്യങ്ങൾ ഓരോന്നും എടുത്ത് വ്യക്തമായിട്ടും നെൽകൃഷിയാണെങ്കിൽ അതെത്ര വർദ്ധിപ്പിക്കാം, എങ്ങനെ അത് കൃഷി ചെയ്യേണ്ട സ്ഥലം കുറഞ്ഞാൽ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്, അതെല്ലാം തന്നെ സബ്സ്റ്റാൻഷ്യലായിട്ട് പരിശോധിച്ചിട്ട് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് ആരുടെ മുമ്പിലും കാര്യങ്ങൾ നിരത്തി സംസാരിക്കാൻ ഞങ്ങൾ സന്നദ്ധമാണ്. അല്ല, ടൂറിസം ആയാലും IT ആയാലും എല്ലാറ്റിനും ഏത് വിധത്തിലാണ് നമ്മളുടെ ബ്ലൂ പ്രിൻ്റ് ഉണ്ടാക്കേണ്ടത് എന്നുള്ളത് അതെന്താണ് UDFും LDFും തമ്മിൽ ചർച്ച ചെയ്ത് ഒരു കോൺസെൻസസ് ഇല്ലാതാക്കുന്നത്. ഇപ്പം തമിഴ്നാട്ടിലായാലും കർണാടക ആയാലും മഹാരാഷ്ട്ര ആയാലും അതുണ്ട്. ഇവിടെ അത് വരുന്നില്ല. അതിനെന്താ കാരണം? അതിനെന്താ കാരണം എന്ന് പറഞ്ഞാൽ അതിനുള്ള കോപ്പറേഷൻ്റെ കുറവ് തന്നെയാണെന്ന് കാരണം. റിയലായിട്ട് കേരളത്തെ വികസിപ്പിക്കുക എന്നുള്ള നിലയിലുള്ള സിൻസിയർ മോട്ടീവാണെങ്കിൽ ഇരുന്ന് ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള നിലപാട് സ്വീകരിക്കുക തന്നെ വേണം. മറിച്ച് ആഗോളവൽക്കരണ നയങ്ങൾ വലിയ കുത്തകക്കാരായിട്ടുള്ള ആളുകളുടെ ഹെൽപ്പ് കൊണ്ട് മാത്രമേ വികസിക്കാനൊക്കെയുള്ളൂ എന്നുള്ള ധാരണ, ആ ധാരണയോട് കൂടിയിട്ടുള്ള ധാരണ നിലനിർത്തി ഇരിക്കുന്ന ആളുകൾക്ക് ഈ തരത്തിൽ
പിന്നെ കൃഷിക്കാരനിൽ നിന്ന് തുടങ്ങി അവരുടെ വിഷമതകളും കാര്യങ്ങളൊക്കെ പരിഹരിച്ച് അവർക്കാവശ്യമായിട്ടുള്ള സഹായം ചെയ്ത് അതിൻ്റെ ഒരു ഫൗണ്ടേഷനിലായിട്ട് വെച്ചുകൊണ്ട് പോവുക എന്നുള്ള നിലയിലുള്ള സിൻസിയർ എഫർട്ട്സ് അത് നടത്തുന്നതിന് എന്താ തടസ്സം എന്നുള്ളത് മനസ്സിലാകുന്നില്ല. അത് അല്ലാതെ മറ്റു തരത്തിലുള്ള പിന്നെ നിലയിൽ ചർച്ച കൊണ്ടുപോകുമ്പോൾ പിന്നെ അതിനോട് യോജിക്കുന്നില്ലെന്നാണ് വരുന്നത്. അതിൽ താങ്കൾ ഇനീഷ്യേറ്റീവ് എടുക്കുമോ ഉമ്മൻചാണ്ടിയായിട്ട് ഞാനതെല്ലാം എടുത്തുകൊണ്ടിരിക്കുന്നത്. അത് പക്ഷേ അങ്ങേർക്കത് ബോധ്യമല്ല. ഉമ്മൻചാണ്ടിക്ക് ഒരു സെൻറ്റ് സ്ഥലം പോലും കൂടുതലായി എടുക്കില്ലെന്ന് പറയുകയും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലം എടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കണ്ടുവരുന്നത്. ഞാനിപ്പോൾ ഉദാഹരണ സഹിതം പറഞ്ഞല്ലോ. LDF ആക്ച്വലി എന്ത് പറ്റി VS? താങ്കളുടെ തന്നെ അറിയാമല്ലോ, ഈ 2007 ഇലക്ഷനിൽ 18 ആണല്ലോ ജയിച്ചിരുന്നത് ലോക്സഭയ്ക്ക്. അത് 4 ചുരുങ്ങി. അതിന് എന്തെങ്കിലും പ്രധാനമായിട്ട് താങ്കൾ എന്തെങ്കിലും മുന്നണിയിലെ ശൈഥില്യം ഒക്കെ കാരണമായി പിന്നെ വർഗീയ പാർട്ടികളുമായിട്ടുള്ള കൂട്ടുകെട്ട് അതിനിൽ ജനങ്ങൾ രോഷാകുലരായി. കാരണം CPIM പോലൊരു പാർട്ടി വർഗീയ പാർട്ടികളുമായിട്ട് കൂട്ടുകെട്ട് പാടില്ല. ആ ആദർശങ്ങൾ വളരെ വ്യക്തമായിട്ടും മനസ്സിലാക്കാവുന്ന ജനങ്ങൾ അതിൽ നിന്ന് വ്യതിരിഞ്ഞു എന്ന് വന്നു കഴിഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ റിയാക്ഷൻ ഉണ്ടായി. അത് കുറഞ്ഞതാണ്. ഏതായാലും ഈ കമ്മ്യൂണൽ പാർട്ടികളെ ഇങ്ങനെ വളർത്തിക്കൊണ്ടു പോകുന്നത് കേരളത്തിൻ്റെ മതനിരപേക്ഷതയ്ക്ക് ഒരു കാലത്തും യോജിച്ചതല്ല. LDF ആയിട്ട് നിന്ന് ഇനിയെങ്കിലും മാറി നിൽക്കുമോ? LDF ഇതുപോലുള്ള വർഗീയ പാർട്ടികളുമായിട്ട് കൂട്ടിച്ചേരുക എന്നുള്ള പ്രശ്നമേ ഉദിക്കുന്നില്ല. So thank you very much.